ചരിത്രപാഠം എപ്പിസോഡ് 26 നിഖ്യ കൗൺസിലിൻ്റെ പഠനങ്ങൾ. സഭയിൽ ഐക്യവും സമാധാനവും സ്ഥാപിക്കുന്നതിനായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 325 വിളിച്ചുകൂട്ടിയ നിഖ്യ സമ്മേളനത്തിലേക്ക് പുതിയ ദൈവശാസ്ത്ര ചിന്തകൾ ഉന്നയിച്ച ആരിയൂസിനെയും ക്ഷണിച്ചിരുന്നു. തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ പിതാവിനേക്കാൾ താഴെയാണെന്നും പിതാവിൻ്റെ തന്നെ സത്ത ഉള്ളവൻ അല്ലെന്നും ആരിയൂസ് പഠിപ്പിച്ചു. കൗൺസിലിൽ വന്ന ആരിയൂസ് തൻ്റെ പഠനങ്ങളിൽ ഉറച്ചു നിന്നു. 17 പേർ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ടായിരുന്നു. അവരിൽ പ്രമുഖൻ നിക്കോമേദിയയിലെ മെത്രാൻ ആയിരുന്ന യൂസേബിയൂസ് ആയിരുന്നു. വളരെ നീണ്ട ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നു. ആരിയൂസിനെ എതിർത്തവരിൽ പ്രമുഖൻ അൻസീറ, ഇപ്പോഴത്തെ അങ്കാറയിലെ മർസേലൂസ് മെത്രാൻ ആയിരുന്നു. അദ്ദേഹത്തെ എതിർത്ത മറ്റുള്ളവർ അന്ത്യോഖ്യയിലെ മെത്രാൻ യൂസ്താത്യൂസ്, അലക്സാണ്ട്രിയയിലെ ഡീക്കൻ അത്തനേഷ്യസ്, ചെസറിയയിലെ മെത്രാൻ യൂസേബിയൂസ് എന്നിവരായിരുന്നു. ഈ യൂസേബിയൂസ് മെത്രാനാണ് ആരിയൂസിനുള്ള ഉത്തരം കൃത്യമായി വിശ്വാസ പ്രമാണത്തിൻ്റെ രീതിയിൽ എഴുതി ഉണ്ടാക്കി അവതരിപ്പിച്ചത്. പുത്രൻ പിതാവിനേക്കാൾ താഴെയല്ല എന്ന് അതിൽ കൃത്യമായി അദ്ദേഹം സ്ഥാപിച്ചു. അവിടുന്ന് ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൻ്റെ പ്രകാശവും യഥാർത്ഥ ദൈവവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ആണെന്ന് യൂസേബിയൂസ് വാദിച്ചു. പിതാവിൻ്റെ സത്ത തന്നെയാണ് പുത്രന് ഹോമോസിയൂസ് എന്ന് സംശയലേശമന്യെ സ്ഥാപിച്ചു. തുടർന്ന് ആരിയൂസിൻ്റെ പഠനങ്ങളെ ശപിച്ച് പുറംതള്ളി. നിഖ്യാവിശ്വാസ പ്രമാണം എന്ന് വിളിക്കുന്ന സഭയുടെ ഔദ്യോഗിക പഠനം 325 ജൂൺ 19 അംഗീകരിച്ചത്. കൗൺസിൽ പങ്കെടുത്ത 2 പേർ മാത്രമാണ് ഇത് അംഗീകരിക്കാതിരുന്നത്. അവരെയും ആരിയൂസിനോടൊപ്പം പുറത്താക്കി. തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിഖ്യാവിശ്വാസ പ്രമാണത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നിയമമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. നിഖ്യായിൽ സത്യവിശ്വാസത്തിൻ്റെ രത്നച്ചുരുക്കം രൂപീകൃതമായി. സത്യവിശ്വാസത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഏത് കൊടുങ്കാറ്റിനെതിരെയും നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് സഭാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. സത്യവിശ്വാസത്തിന് ഭംഗം ഉണ്ടാകാൻ പാടില്ല എന്നും സത്യവിശ്വാസത്തിൽ മായം ചേർക്കാൻ അനുവദിക്കരുത് എന്നുമുള്ള ചിന്ത പിതാക്കന്മാരെ ഭരിച്ചിരുന്നതിനാൽ അവർ ഒത്തുതീർപ്പുകൾക്കൊന്നും സന്നദ്ധരായിരുന്നില്ല. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന നിഖ്യാവിശ്വാസ പ്രമാണം സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. അതിൻ്റെ ദൈവശാസ്ത്രപരമായ ആഴങ്ങളിലേക്ക് നാം പലപ്പോഴും കടന്നു ചെല്ലാറില്ല, ചിന്തിക്കാറുമില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരാൾ മാമോദിസ സ്വീകരിക്കുന്നതിന് മുൻപ് സഭയുടെ വിശ്വാസം ഏറ്റുപറയണമായിരുന്നു. തുടർന്ന് അതിനനുസരിച്ചുള്ള ജീവിതവും. ഈ വിശ്വാസ പ്രമാണത്തിലെ പല കാര്യങ്ങളുമായിരുന്നു അന്ന് അവർ ഏറ്റുപറഞ്ഞിരുന്നത്. ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും അല്ലായിരുന്നു എന്ന് മാത്രം. സർവശക്തനായ ദൈവപിതാവിലും രക്ഷിക്കുന്നവനായ പുത്രൻ തമ്പുരാനിലും സംരക്ഷിക്കുന്നവനായ പരിശുദ്ധാരൂപിയിലുമുള്ള വിശ്വാസമായിരുന്നു അന്ന് അവർ ഏറ്റുപറഞ്ഞിരുന്നത്. പിന്നീട് പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ് ഇന്നത്തെ രൂപത്തിലുള്ള വിശ്വാസ പ്രമാണം. ഇതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ആരിയൂസിന് സഭ കൊടുത്ത മറുപടിയാണ്. ആരിയൂസിൻ്റെ തെറ്റായ ആശയങ്ങളെ ഇവിടെ തിരുത്തി സഭയുടെ ഔദ്യോഗിക പഠനം വ്യക്തമാക്കുന്നു. സഭയുടെ വിശ്വാസസംബന്ധമായ എല്ലാ അടിസ്ഥാന കാര്യങ്ങളിലും ഇതിൽ കാണില്ല. കാരണം 4-ാം നൂറ്റാണ്ടിൻ്റെ മതപീഡനം കഴിഞ്ഞുള്ള തൊട്ടടുത്ത കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാൻ. ദൈവശാസ്ത്ര വിശകലനം, ദൈവശാസ്ത്രത്തിൻ്റെ വളർച്ച എല്ലാം പിന്നീടാണല്ലോ ഉണ്ടാകുന്നത്. സഭയിൽ വ്യത്യസ്ത ദൈവശാസ്ത്ര ചിന്തകൾ ഉടലെടുക്കുമ്പോൾ അവ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും സഭാധികാരികൾ പിന്മാറരുതെന്നുള്ള പാഠമാണ് ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത്.